പോരാളികളുടെ തേരാളിയുമായി ആ വിലാപയാത്ര ഏതാണ്ട് 11 മണിക്കൂർ പിന്നിടുകയാണ്. നിശ്ചയിച്ച ദൂരം ഇനിയും മുന്നിലാണ്. അത് പിന്നിടാനായിട്ടില്ല. കാരണം മനുഷ്യരങ്ങനെ വി എസിനോടുള്ള സ്നേഹത്താൽ, മനുഷ്യരെന്ന് തന്നെ പറയാം, കേവലം പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, സകല മനുഷ്യരും, വി എസിനെ ഇഷ്ടപ്പെടുന്ന സകല മനുഷ്യരും ഈ വഴിക്കരികിലേക്ക് എത്തുന്നുണ്ട് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. വി എസിന് അപ്രാപ്യമായ ഒരു ഇടവുമില്ലായിരുന്നു ഒരുപക്ഷെ കേരളത്തിൽ. വി എസിന് പ്രവേശനമില്ലാത്ത ഒരു പ്രക്ഷോഭ സ്ഥലവും ഉണ്ടായിരുന്നില്ല. വി എസിനെ തടഞ്ഞ ഒരു പ്രതിഷേധ ഭൂമിയും നമ്മുടെ ഓർമ്മയിലില്ല. കാരണം കലഹിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് വി എസ് ഇറങ്ങിച്ചെന്നാൽ അവരിൽ ഒരാളായി, ആ സമര ശരീരമായി വി എസും മാറുമായിരുന്നു. ആ സമരത്തിന്റെ ശബ്ദമായി വി എസും മാറുമായിരുന്നു. വി എസും അവരിൽ ഒരാളായി നിന്ന് ഈ സംവിധാനങ്ങളോട്, ഈ വ്യവസ്ഥയോട്, ഭരണകൂടത്തോട്, അധികാരികളോടൊക്കെ കലഹിക്കാൻ അവർക്കൊപ്പം കൂടുമായിരുന്നു. ആ വി എസിനെയാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ഒഴിച്ചു നിർത്തിയ, ട്രേഡ് യൂണിയനുകളെ പടിക്ക് പുറത്തു നിർത്തിയ പെമ്പിളൊരുമേ സമരത്തിൽ കസേരയിട്ടവർ ഇരുത്തിയത് വി എസ് അച്യുതാനന്ദനെ മാത്രമാണ്. അങ്ങനെ എത്രയെത്ര സമരഭൂമികളിൽ, മുല്ലപ്പെരിയാറിൽ, മൂന്നാറിൽ, അങ്ങനെ പലയിടങ്ങളിൽ വി എസിന്, അത് ഭരിക്കുമ്പോഴായാലും പ്രതിപക്ഷത്തായാലും, വി എസിന് കടന്നു ചെല്ലാനാവാത്ത ഒരു പ്രതിഷേധവും ഒരു സമരവും ഉണ്ടായിരുന്നില്ല. കാരണം വി എസ് അവിടേക്ക് എത്തുന്നത് എല്ലാവർക്കും ആവേശമായിരുന്നു. ഏറ്റവും ഒടുവിൽ തുടരുന്ന ഈ ആശാസമരത്തിലടക്കം പലപ്പോഴും ചർച്ചകളിൽ ഉയർന്നു വന്നതാണ് വി എസിന്റെ അസാന്നിധ്യം. അനാരോഗ്യമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വി എസ് ഈ സമരഭൂമിയിലേക്ക് എത്തുമായിരുന്നു എന്ന് വിശ്വസിച്ചവരായിരുന്നു ആ തിരുവനന്തപുരത്തും കേരളത്തിലുടനീളം സഞ്ചരിച്ച് സമരം ചെയ്ത ആശാപ്രവർത്തകർ. അങ്ങനെ വി എസിന്റെ അസാന്നിധ്യം കണ്ട് കഴിഞ്ഞ 4-5 വർഷം പല സമരവേദികളിൽ വി എസിന്റെ വിടവ് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ സജീവമല്ലെങ്കിലും, രാഷ്ട്രീയത്തിൽ സജീവമല്ലെങ്കിലും, സജീവമായി പൊതുവേദികളിലേക്ക് വി എസ് എത്തുന്നില്ലെങ്കിലും, കേരളത്തിൻ്റെ മനസാക്ഷിക്ക്, അല്ലെങ്കിൽ കേരളീയ മനസ്സിൽ വി എസിൻ്റെ സാന്നിധ്യം, അതൊരു അദൃശ്യമായ സാന്നിധ്യമെന്ന് ഉറപ്പിക്കുന്നതാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ തിങ്ങിക്കൂടിയ ജനം. മുദ്രാവാക്യം വിളികളുമായി വി എസിനൊപ്പം കൂടിയ മനുഷ്യർ, അവരങ്ങനെ വി എസിനൊപ്പം, വി എസിൻ്റെ ജന്മനാട്ടിലേക്ക്, ആലപ്പുഴയിലേക്ക് ഒപ്പം സഞ്ചരിക്കുകയാണ്. കൊല്ലത്ത് ചത്തന്നൂരിലേക്ക് ആ വിലാപയാത്ര കടന്നു വരുന്നതേ ഉള്ളൂ. പാരിപ്പള്ളി മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. രാത്രിയോടെ, ഏതാണ്ട് ഈ സമയത്തോടെയെങ്കിലും ആലപ്പുഴയിലെത്തുമെന്ന് പ്രതീക്ഷിച്ച വിലാപയാത്രയാണ്. ഒരു ജില്ല പിന്നിലാണ്, അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ദൂരം അത്രയും പിന്നിലാണ്. അത്രയേറെ മനുഷ്യർ, അത്രയേറെ വി എസിനെ ഇഷ്ടപ്പെടുന്നവർ, ആരാധിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ വി എസിനെ ജീവിത പാഠമാക്കിയവർ, വി എസിനെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നവർ, അവരങ്ങനെ ഈ വഴിയരികിലേക്ക് എത്തുമ്പോൾ ആർക്കാണ് അവരെ തടയാനാവുക? അവരുടെ അന്ത്യാഭിവാദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാനാവും ഈ നേതാക്കൾക്കടക്കം? സംവിധാനങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ നിശ്ചയിച്ചിരിക്കുന്ന സജ്ജീകരണങ്ങളൊക്കെയും തകിടം മറിക്കുന്ന തരത്തിലാണ് വി എസിനെ കേരളം, മലയാളികൾ ചേർത്ത് പിടിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത്, അല്ലെങ്കിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്, പുതിയ തലമുറയിൽ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ, അവർ വി എസിനെ പറ്റി പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ വി എസിൻ്റെ പ്രസംഗങ്ങൾ പോലും, അല്ലെങ്കിൽ വി എസിൻ്റെ സജീവ സാന്നിധ്യമായ സമരങ്ങളോ ദൃശ്യങ്ങളോ ടി വിയിൽ പോലും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ വി എസിൻ്റെ ശബ്ദം അങ്ങനെ കേട്ടിട്ട് പോലുമില്ലാത്ത കുട്ടികൾ വി എസിനെ പറ്റിയുള്ള കഥ, അല്ലെങ്കിൽ വി എസിനെ പറ്റിയുള്ള വാക്കുകൾ മുത്തശ്ശനോ മുത്തശ്ശിയോ, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ഒക്കെ പറഞ്ഞു കേട്ട ആ കഥകളിൽ നിന്ന് പോലും വി എസ് ഒരു ആവേശമായി അവർക്ക് മാറുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യൻ്റെ സ്വാധീനം അത് എത്രത്തോളമെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ അവസാന യാത്രയും. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, അങ്ങനെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ മഴയൊന്ന് നേരിയ തോതിലെങ്കിലും ശമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ആലപ്പുഴയിലേക്ക് കടക്കാൻ ഇനിയും ദൂരം ബാക്കിയാണ്. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ച അപ്പോൾ മുതൽ വലിയൊരു വാഹനവ്യൂഹം, ഒപ്പം മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ നിലയ്ക്കാതെ വരുന്നുണ്ട്. ഒപ്പം ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം. അത്രത്തോളം CPIM-നും ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും വേരോട്ടമുള്ളൊരു മണ്ണുകൂടിയാണ് കൊല്ലം. അവിടെ വലിയ ആൾക്കൂട്ടം പലയിടങ്ങളിലും ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് വി എസിനെ എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ പാരിപ്പള്ളി പിന്നിട്ട് ചാത്തന്നൂരിലേക്ക് എത്താൻ ഇനിയും സമയം വേണ്ടിവരും. കാരണം
നേരത്തെ പാരിപ്പള്ളി കഴിഞ്ഞാൽ ചാത്തന്നൂർ മാത്രമായിരുന്നു വി എസിനെ കാണാനായി പാർട്ടി ഒരുക്കിയിരുന്ന ഏക സ്ഥലം. അത് കഴിഞ്ഞാൽ പിന്നെ കൊട്ടിയം. പക്ഷേ ഈ പാരിപ്പള്ളിക്കും ചാത്തന്നൂരിനും ഇടയിൽ ഏകദേശം ആറിടത്ത് വലിയ ജനസാഗരം തന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കോരിച്ചെരിയുന്ന മഴയാണ്. ആ മഴയത്തും ഇങ്ങനെ ജനം കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെല്ലാം പിന്നീട് ചാത്തന്നൂരിലേക്ക് എത്താൻ സമയമേറെ വൈകും. പക്ഷേ അപ്പോഴും ആ വി എസ് എന്ന ആ ദ്വയാക്ഷരത്തെ വി എസ് എന്ന ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത ആ മനുഷ്യനെ കണ്ടേ മടങ്ങൂ എന്ന് പറഞ്ഞാണ് ഈ ജനം മുഴുവൻ ഇങ്ങനെ ആർത്തലച്ച് നിൽക്കുന്നത്. ഗോകുൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ താരപ്രചാരക പട്ടികയിൽ വി എസിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അന്ന് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു, വി എസിനെ നിങ്ങൾക്ക് അന്ന് മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് വി എസിനെ ഈ താരപ്രചാരകരുടെ പട്ടികയിൽ CPM ഉൾപ്പെടുത്താതെ പോയത് എന്ന്. ആ ചോദ്യത്തിന് അന്നത്തെ CPM-ന്റെ പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന സീതാറാം യെച്ചൂരി പറഞ്ഞൊരു മറുപടിയുണ്ട്. വി എസിനെ നിങ്ങൾക്ക് തടയുവാൻ കഴിയുമോ? ജനങ്ങളും പാർട്ടിയും ആഗ്രഹിക്കുന്ന ഇടത്തെല്ലാം വി എസ് വരും. എന്തായിരുന്നു വി എസ് എന്ന് ആ വാചകങ്ങളിൽ തന്നെ വ്യക്തമാണ്. താരപ്രചാരക പട്ടികയിൽ അന്ന് 2019 പ്രായത്തിന്റെ അവശത കൊണ്ട് വി എസിന്റെ പേര് ഉൾപ്പെടാതെ പോയെങ്കിലും വി എസിനെ ആ പട്ടികയിലേക്ക് വി എസിന്റെ പേര് പ്രത്യേകിച്ച് ഉൾപ്പെടുത്തേണ്ടതില്ല. പാർട്ടി ഉള്ളിടത്തോളം കാലം, പാർട്ടി ആവശ്യപ്പെടുന്നിടത്തോളം കാലം ജനങ്ങൾ ഉള്ളിടത്തേക്ക് വി എസ് ഇങ്ങനെ എത്തുമെന്ന് അന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞ ആ വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം 1957 പ്രഥമ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വി എസ് ആലപ്പുഴയിലെ അഭ്യുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. വി എസ് അങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തേക്ക് ഉള്ള യാത്രയാദ്യം ആരംഭിച്ചത്. ഇന്നൊരു മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ടായിരുന്നു. കാരണം വി എസ് ആദ്യമായി തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ EMS-നൊപ്പമാണ് ആ യാത്ര തുടങ്ങുന്നത്. പിന്നീട് ആ യാത്ര നിരന്തരമാകുന്നു. വി എസ് അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ച് നിയമസഭാംഗമായി തിരുവനന്തപുരത്തെത്തിയ വി എസ് കഴിഞ്ഞ 6 പതിറ്റാണ്ടായി തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്ര ഒരു സ്ഥിരം യാത്രയായി മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരോടും കൊല്ലത്തെ പേരെടുത്ത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മനുഷ്യരുണ്ട് വി എസിന്. ഒരാൾക്കൂട്ടത്തിൽ നിന്ന് 10 പേരെ വിളിച്ചെടുക്കാൻ വി എസിന് കഴിയുമായിരുന്നു. കാരണം അത്രത്തോളം ആളുകളുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിച്ച വ്യക്തിയാണ് വി എസ്. ആ വി എസിനാണ് ഇന്ന് തിരിച്ച് അവരുടെ സ്നേഹവായ്പ, ആ സ്നേഹം മുഴുവൻ നൽകിയ ഒരു യാത്രയപ്പ് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാരിപ്പള്ളി ചാത്തന്നൂർ ആ ദൂരം വലിയ ദൂരമല്ല. പക്ഷേ ഈ വിലാപയാത്രയ്ക്ക് അത്ര വേഗത്തിൽ കടന്നു വരാൻ കഴിയുമോ, അത്ര വേഗത്തിൽ ഈ ജനത്തെ മറികടന്നെത്തുവാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. കാരണം അവരുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ്, അവരുടെ എല്ലാം പ്രിയപ്പെട്ട ആ ആശ്രയ കേന്ദ്രമായിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ അന്ത്യയാത്ര നടത്തുമ്പോൾ അവരെ കാണിക്കാതെ എങ്ങനെയാണ് പോവുക, അവരെ കാണാതെ എങ്ങനെയാണ് പോവുക, അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാതെ എങ്ങനെയാണ് പോവുക? അതിന് ആ യാത്ര അനുഗമിക്കുന്ന ആ യാത്രയ്ക്കൊപ്പമുള്ള ആർക്കുമേ കഴിയില്ല. വൈകാരികമായി എത്രത്തോളം, ജനങ്ങളുമായി എത്രത്തോളം ആഴത്തിൽ ബന്ധമുണ്ട് വി എസിന്. ആ ബന്ധം ഇന്ന് ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാവും അത്രമേൽ ആഴത്തിൽ കാണുന്നുണ്ട്, അത്രമേൽ ശക്തമായി കാണുന്നുണ്ട്. ആ യാത്രയ്ക്കൊപ്പമുള്ള മന്ത്രി KN ബാലഗോപാലുണ്ട്, പുത്തലത്ത് ദിനേശനുണ്ട്. പക്ഷെ അവരുടെ എല്ലാം കണക്കുകൂട്ടലുകൾക്കപ്പുറമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു 11 മണിയോടെ ആലപ്പുഴയിൽ എത്തുമെന്നായിരുന്നു CPM കണക്ക് കൂട്ടിയത്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഈ വഴിത്താരകളിലെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു. പോലീസിന്റെയും പാർട്ടി നേതൃത്വത്തിന്റെയും ഇടപെടൽ കൊണ്ട് അത് നടപ്പാക്കാൻ കഴിയും. കാരണം CPM പോലൊരു പ്രസ്ഥാനം അത് ചെയ്യും എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വി എസിനെ പോലെയാണ് ജനം വി എസിനായി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച. പാർട്ടിയുടെ വേലിക്കെട്ടുകളും പാർട്ടിയുടെ മതിൽക്കെട്ടുകളും എല്ലാം പൊളിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഞങ്ങൾക്ക് കണ്ടേ മടങ്ങുവാൻ കഴിയൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജനമിങ്ങനെ റോഡിലേക്ക് ഇറങ്ങുകയാണ്. അത് പാർട്ടിയുടെ എല്ലാ നിയന്ത്രണങ്ങൾക്കപ്പുറവും ചുട്ടവട്ടങ്ങൾക്കപ്പുറവും ജനം വി എസിനായി അവസാനമായി അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഈ തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇനി ചാത്തന്നൂർ കഴിഞ്ഞാൽ കൊട്ടിയം സ്വാഭാവികമായും വി എസിന്റെ ഏറ്റവും വലിയ സമരഭൂമികയായിരുന്ന ഒരു സ്ഥലമാണ്. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച സ്ഥലമാണ്, കശുവണ്ടി മേഖലയിൽ സംഘടിപ്പിച്ച സ്ഥലമാണ്. ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് പലയിടത്തും ജനം ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഗോകുൽ നമുക്കെല്ലാം കാണാൻ കഴിയുന്നത്. അവരെയെല്ലാം കണ്ടു മടങ്ങി ഒരു നോക്കെങ്കിലും വി എസിനെ അവരെ ഒന്ന് കാണിച്ച് ശേഷമായിരിക്കും ആ വിലാപയാത്രയ്ക്ക് ഇവിടെ നിന്ന് ഒന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുക. കൊല്ലം ജില്ല പിന്നിടുമ്പോൾ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. കാരണം ഈ പെരുമഴയത്തും ജനം ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ
ഈ പെരുമഴയത്തും ജനം ഇങ്ങനെ റോഡിന്റെ ഇരുവശവും ഇങ്ങനെ വി എസിനായി നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, വി എസിനെ കാണുവാൻ ഈ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും ഇനി ആ യാത്രയിൽ വി എസിനെ കാണാതെ, അവരെ വി എസിനെ കാണിക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്വാഭാവികമായും ആ ജനത്തെ മുഴുവൻ അവഗണിച്ചുകൊണ്ട്, ആ ജനസാഗരത്തെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് വി എസിനെ വേഗത്തിൽ ആലപ്പുഴയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം CPM നടത്തില്ല. കാരണം അത്രത്തോളം വൈകാരികമാണ് ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ, ഓരോരുത്തരുടെയും ഇടപെടലുകൾ. കാരണം VS അവർക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു, അത്രമേൽ സ്നേഹമായി ചൊരിഞ്ഞ ആളാണ്, അത്രമേൽ ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ്. തങ്ങൾക്ക് VS ഉണ്ട്, ഏതോ പ്രശ്നത്തിലും തങ്ങൾക്ക് VS ഉണ്ടെന്ന് പലകുറി അവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഹൃദയത്തോട് ചേർത്ത മുദ്രാവാക്യം അവർ ഇങ്ങനെ വീണ്ടും ആവർത്തിക്കുന്നത്.